നമസ്കാരം. ഇന്നത്തെ കേരളം ആരംഭിക്കുന്നു. KSRTC ജീവനക്കാർ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാരുടെ സംഘടനകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ജീവനക്കാരുടെ പണിമുടക്ക് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഡ്യൂട്ടി പാറ്റേൺ പരിഷ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുത്ത തീരുമാനം പരിഗണിച്ചാണ് പണിമുടക്ക് പിൻവലിച്ചത്. രണ്ട് ഡിമാൻഡുകളോടും അനുഭാവപൂർവമായ സമീപനം ഉണ്ടാവുകയും അവശേഷിക്കുന്ന ട്രേഡ് യൂണിയൻ സമിതി കൊടുത്തിട്ടുള്ള മുഴുവൻ ഡിമാൻഡുകളും തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കും എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ അതുകൊണ്ട് പണിമുടക്കിൽ നിന്ന് ഇത്രയും അനുഭാവപൂർവമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന അഭ്യർത്ഥനയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി അതിനുശേഷം യോഗം ചേരുകയും ഈ സാഹചര്യത്തിൽ ഇത്രയും അനുകൂലമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ തൽക്കാലം ഈ പണിമുടക്ക് മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളവരെ അറിയിക്കുകയാണ്. ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാരിന് ജീവനക്കാരോടുള്ളത്. ഇക്കാര്യം സംഘടനകളെ ബോധ്യപ്പെടുത്തിയെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ സംസാരിച്ചതിൻ്റെ അനുഭവത്തിലുമല്ല എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ഓരോന്നിൻ്റെയും മെറിറ്റും ഡീമെറിറ്റും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവരാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഗവൺമെൻറ് പറഞ്ഞ കാര്യം അവർക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നത് ജീവനക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമാണ്. അവർക്ക് ഈ സ്ഥാപനത്തോട് കൂറുള്ളത് കൊണ്ട് തന്നെ അവരും യാഥാർത്ഥ്യബോധത്തോടുകൂടി പെരുമാറും, ഗവൺമെന്റിന്റെ അഭ്യർത്ഥന സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, കോടതി വിധിക്ക് ശേഷവും ജീവനക്കാരുടെ സംഘടന നടത്തിയ സമ്മർദ്ദ തന്ത്രം വിജയിച്ചിരിക്കുന്നു എന്ന് വേണമോ കരുതാൻ? എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു, സമരം പിൻവലിച്ചിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. സമരം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായി മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളും ഇപ്പോൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇക്കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നത്. അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച കാര്യം ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുക എന്നുള്ളതാണ്. അതായത് ചില സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് ദീർഘദൂര സർവീസുകളിലടക്കം ഡ്യൂട്ടിക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ സിംഗിൾ ഡ്യൂട്ടി എന്നത് നടപ്പാകില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ ഡ്യൂട്ടി അനുവദിക്കുകയും പിറ്റേ ദിവസം ജീവനക്കാർക്ക് അവധി അനുവദിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പരിഷ്കാരം അത് ടോമിച്ചെ തച്ചങ്കരി MD ആയി വന്ന ശേഷം എടുത്തു മാറ്റിയിരുന്നു. അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യം. അത് 20-ാം തീയതി മുതൽ, അതായത് 21-ാം തീയതി മുതൽ അത് നടപ്പാക്കി തുടങ്ങും എന്ന് ഇപ്പോൾ KSRTC MD ടോമിച്ചെ തച്ചങ്കരി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. കൂടാതെ എംപാനൽ ജീവനക്കാരെ, പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കാം, അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് മന്ത്രി ഉറപ്പ് നൽകി. കൂടാതെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ മാസം 30-ാം തീയതി തന്നെ ആരംഭിക്കും എന്നും മന്ത്രി രേഖാമൂലം ഉറപ്പ് നൽകി. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ പിൻവലിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. നാളെ ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിൽ ചർച്ച വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ നിയമങ്ങൾ അടക്കം ഗണിക്കപ്പെടുന്നു എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നാളെ നടക്കും. എന്തായാലും നിലവിൽ ഈ ഒരു തീരുമാനം അവർ പിൻവലിച്ചിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു. നാളെ മുതൽ സുഗമമായി എല്ലാ സർവീസുകളും നടക്കും. ഒപ്പം കഴിഞ്ഞ ഒരു 15 ദിവസമായി KSRTC-യിലെ വിവിധ യൂണിയൻ നേതാക്കൾ നടത്തി വന്നിരുന്ന നിസ്സഹകരണ സമരം, അതായത് അധിക ഡ്യൂട്ടി ചെയ്യില്ല എന്നുള്ള ഒരു സമര രീതി, അതും പിൻവലിച്ചിരിക്കുന്നു. നാളെ മുതൽ സുഗമമായി KSRTC ബസ്സുകൾ സർവീസ് നടത്തും. രേണുക, ഇവിടെ ഉമേഷ്, ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായിരിക്കുന്നത്. ആ യോഗത്തിലേക്ക് KSRTC MD ടോമിച്ചെ തച്ചങ്കരിയെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഈ ഡ്യൂട്ടി പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കടുംപിടുത്തം MDക്കാണ്. ആ രീതിയിൽ ജീവനക്കാരുടെ സംഘടനകളുമായി MDക്ക് സ്വരച്ചേർച്ചയില്ലാത്തൊരു സാഹചര്യമൊക്കെയുണ്ട്. ഇന്നത്തെ യോഗത്തിൽ MDയെ വിളിച്ചു വരുത്തുകയും അവിടെ എന്താണ് സംഭവിച്ചത്? ടോമിച്ചെ തച്ചങ്കരി ഈ നിർദ്ദേശങ്ങളോട് അനുകൂലമായാണോ പ്രതികരിച്ചത്?
തീർച്ചയായും ഗതാഗത സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതായത് സിംഗിൾ ഡ്യൂട്ടി പരിഷ്കാരം നടപ്പാക്കിയപ്പോൾ KSRTC-യിലുണ്ടായ അപാകതകൾ, ഡ്യൂട്ടി ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരുന്നു, ഡ്യൂട്ടി പകുതി വെച്ച് പൂർത്തിയാക്കേണ്ടി വരുന്നു, അധിക ഡ്യൂട്ടി എടുത്താലും പിറ്റേ ദിവസം ജീവനക്കാർ ജോലിക്ക് വരേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കരണത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു ഗതാഗത സെക്രട്ടറി നൽകിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ഈ റിപ്പോർട്ട് KSRTC MD-ക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ MD തയ്യാറായില്ല. ആ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്തരമൊരു സമരപ്രഖ്യാപനത്തിലേക്ക് തൊഴിലാളി സംഘടനകൾ നീങ്ങിയത്. ഇത്തരത്തിൽ KSRTC MD ആയി ടോമിൻ ജെ തച്ചങ്കരി ചുമതലയേറ്റ ശേഷമായിരുന്നു പരസ്യമായ ഒരു തർക്കത്തിലേക്ക് KSRTC മാനേജ്മെന്റും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ഒരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിൻ്റെ ആദ്യ പടിയായിരുന്നു സിംഗിൾ ഡ്യൂട്ടി എന്നുള്ള പരിഷ്കാരം. സാധാരണഗതിയിൽ KSRTC ജീവനക്കാർ കാലങ്ങളായി ചെയ്തു വന്നിരുന്നത് ഒരു ദിവസം രാവിലെ പുലർച്ചെ ജോലിക്ക് കയറി രാത്രി വരെ ജോലി ചെയ്ത് 2 ഡ്യൂട്ടി എടുക്കുകയും തൊട്ടടുത്ത ദിവസം അവധി എടുക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഡ്യൂട്ടി നടത്തുന്നത് റോഡപകടങ്ങളടക്കം കൂടാൻ കാരണമാകുന്നു. അധിക സമയം ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഡ്രൈവർമാർക്കടക്കം അത്തരം റോഡ് അപകടങ്ങൾ കൂടുന്നതിനൊരു പ്രധാന കാരണമാകുന്നു എന്നുള്ള കണ്ടെത്തലുകളും ഹൈക്കോടതി വിധിയുമെല്ലാം മുൻനിർത്തിയായിരുന്നു സിംഗിൾ ഡ്യൂട്ടി എന്ന ക്രമത്തിലേക്ക്, അതായത് 8 മണിക്കൂർ ജോലി എന്നുള്ള ക്രമത്തിലേക്ക് KSRTC മാനേജ്മെന്റ് എത്തിയത്. അപ്പോൾ തന്നെ KSRTC തൊഴിലാളി യൂണിയനുകൾ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. അതാണ് കഴിഞ്ഞ ഒക്ടോബർ 2 ഒരു സമരപ്രഖ്യാപനത്തിലേക്ക് നയിച്ചതും. എന്നാൽ ഒക്ടോബർ 2 സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സെപ്റ്റംബർ 30 ഇതേ രീതിയിൽ തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലെ തീരുമാനമായിരുന്നു ഇത് വിശദമായി പഠിക്കാൻ, ഡ്യൂട്ടി പരിഷ്കരണം വിശദമായി പഠിക്കാൻ ഗതാഗത സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് വന്നിട്ടും MD നടപ്പാക്കുന്നില്ല എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. അതെന്തായാലും 20-ാം തീയതി മുതൽ 21-ാം തീയതി മുതൽ നടപ്പാക്കി തുടങ്ങും. 20-ാം തീയതി വരെയാണ് ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കെല്ലാം നിയോഗിച്ച ജോലിക്കാരും മറ്റ് വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി വിവിധ ഡിപ്പോകളിൽ മാറ്റി നിയമിച്ച ജോലിക്കാരുമെല്ലാം സ്ഥിരമായി അതാത് മാതൃ ഡിപ്പോയിലേക്ക് എത്തുക. അതിനുശേഷം 21-ാം തീയതി മുതൽ ഈ പരിഷ്കരണം ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തന്നെ നടപ്പാക്കി തുടങ്ങും എന്നാണ് ഇപ്പോൾ മന്ത്രിയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പറഞ്ഞിരിക്കുന്നത്. ആ ഉറപ്പ് MD നൽകിയിരിക്കുന്നു. ഇന്ന് കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജീവനക്കാർ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടും എന്തുകൊണ്ട് പരിഹാര ചർച്ചകൾ നടന്നില്ല എന്നൊരു കാര്യം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നില്ല, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായോ എന്ന് ആരായുന്ന സാഹചര്യവും ഉണ്ടായി. സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും കൂടി ഒരു അത്യാവശ്യമായിരുന്നോ ഈ രീതിയിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് എത്തുക എന്നത്, ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നത്? സ്വാഭാവികമായി സർക്കാരിന് ജീവനക്കാർ സമരത്തിലേക്ക് പോകുക, തള്ളിവിടുക എന്നുള്ള ഒരു നയം ഉണ്ടായിരുന്നില്ല. സമരം ഏത് രീതിയിലും ഏത് വിധത്തിലും ഒത്തുതീർപ്പാക്കണം എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മുൻപ് MD-യുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട ശേഷവും ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പ്രതികരിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഹൈക്കോടതി വിധി 2 മണിക്ക് ശേഷം വന്നതോടുകൂടി സമരം പിൻവലിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ, മന്ത്രിയുടെ പ്രതീക്ഷ. എന്നാൽ സമരം പിൻവലിക്കാനോ സമരം നിർത്തിവെക്കാനോ KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് അവസാന മണിക്കൂറിൽ ഏകദേശം 4:30 വീണ്ടും ചർച്ച വിളിക്കാൻ, തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ ചർച്ച വിളിക്കാൻ മന്ത്രി തയ്യാറായത്. മന്ത്രി നിർബന്ധിതമാകുകയായിരുന്നു. കാരണം ഇത്തരമൊരു പ്രതിസന്ധി, കേരളത്തിൽ 5400-ഓളം ഷെഡ്യൂളുകൾ ദിനംപ്രതി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദിനംപ്രതി സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് KSRTC. പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കുന്നതാണ് KSRTC-യെ. സമരം തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായി ഗതാഗത സംവിധാനം താറുമാറാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസവും കഴിഞ്ഞ മാസവും എല്ലാം നിരവധി പണിമുടക്കുകളും ഹർത്താലുകളും ജനം നേരിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് പിന്നാലെ ഇത്തരത്തിലൊരു പണിമുടക്ക് കൂടി എത്തുക എന്നുള്ളത് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും എന്ത് സമവായ സാധ്യതകളും വെച്ചും ഈ സമരം അവസാനിപ്പിക്കുക, സമരം നടത്താതെ ഒത്തുതീർപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി വിധി വരുന്നതുവരെ സർക്കാർ കാത്തിരുന്നതും. പക്ഷേ കോടതി വിധി, സമരം തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധി വന്നിട്ടും അത് അംഗീകരിക്കാതെ തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് പോയതോടുകൂടിയാണ് സർക്കാർ ഇത്തരമൊരു യോഗം വിളിക്കാൻ നിർബന്ധിതരായതും. എന്തായാലും യോഗം നടക്കുകയും
സമവായം ഉണ്ടാവുകയും സമരം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി 20-ാം തീയതി വരെയുള്ള ആ കരാർ, ആദ്യ 21-ാം തീയതിക്ക് ശേഷമുള്ള ഈ കരാറുകൾ അത് കൃത്യമായി നടപ്പാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കോടതി സമരം റദ്ദാക്കുമ്പോഴും അതിനെതിരെ നിലപാടെടുക്കുമ്പോൾ പോലും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും സമരം ഒഴിവായിരിക്കുന്നു, പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചിരിക്കുന്നത്. ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരത്തോട് വീണ്ടും അനുഭാവ നിലപാടുമായി സർക്കാർ. സീ വാഷിംഗ് തൽക്കാലം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ധാരണയായി. ഖനന പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. സമരക്കാരുമായി വ്യവസായ മന്ത്രി നാളെ ചർച്ച നടത്തും. ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ സമവായ നീക്കം. ഖനനം തുടരും, എന്നാൽ അശാസ്ത്രീയമായ സീ വാഷിംഗ് നിർത്തിവെക്കും. സീ വാഷിംഗ് കാരണം കടൽ കയറി എന്നത് വസ്തുതയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സർക്കാർ ഇടപെടൽ വേണമെന്നും ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സീ വാഷിംഗ് നിർത്തിവെക്കാമെന്നും ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം യോഗം അംഗീകരിച്ചു. സമരസമിതിയുമായി ചർച്ചയ്ക്കില്ലെന്ന മുൻ നിലപാടും സർക്കാർ തിരുത്തി. സമരക്കാരുമായിട്ടും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരാതിരിക്കാൻ പറ്റില്ലല്ലോ. സർക്കാർ ക്ഷണിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി. അറിയിപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ആ അറിയിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്. അവർ സീ വാഷിംഗ് നിർത്തുമെന്നാണോ പറയുന്നത്, അതോ ഖനനം നിർത്തുമെന്നാണോ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ചർച്ച എങ്ങനെ വേണമെന്ന് ആലോചിക്കും. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടങ്ങുന്ന നിരീക്ഷക സമിതി രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്ക് കൂട്ടസ്ഥലം മാറ്റം. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത്. സമരം ചെയ്ത നടപടി അച്ചടക്ക ലംഘനമാണെന്ന് മദർ സുപ്പീരിയർ ജനറൽ അയച്ച കത്തിൽ പറയുന്നു. കേസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും കുറവിലങ്ങാട് മഠത്തിൽ തുടരുമെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കി. സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസിൽ കന്യാസ്ത്രീകൾ നീതി തേടി തെരുവിലിറങ്ങിയത്. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ ഈ സമരത്തിന്റെ തലപ്പത്തുനിന്ന കന്യാസ്ത്രീകളെയാണ് സഭ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. സമരത്തിന് മുന്നിട്ടിറങ്ങിയ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കും സിസ്റ്റർ ജോസഫൈനെ ജാർഖണ്ഡിലേക്കും സിസ്റ്റർ ആൽഫിയെ ബീഹാറിലേക്കും മാറ്റി. സിസ്റ്റർ അൻസിറ്റെ കണ്ണൂരിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബിഷപ്പിനെതിരെ സമരത്തിനിറങ്ങിയത് സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും മദർ മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ റെജീന കടംതോട്ട് അയച്ച ഉത്തരവിൽ പറയുന്നു. എന്നാൽ കേസ് ദുർബലമാക്കാനാണ് സ്ഥലമാറ്റമെന്നും സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. പരാതിക്കാരെ സിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലി ഒക്കെ ഞങ്ങളെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ച് ഞങ്ങളെ ഒന്ന് ഇല്ലാണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുര്യാക്കോസച്ചൻ മരിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് തന്നെയാണിത്. സ്ഥലം മാറ്റിയ നടപടിക്ക് പിന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലാണെന്ന് സമരവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. തീർത്തും വേദനാകരമായ ഒരു നടപടിയാണ്. എന്താണ് ക്രൈസ്തവ മൂല്യം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ലാത്തതുപോലെയാണ്. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്ന ഘട്ടത്തിലാണ് പ്രധാന സാക്ഷികളായ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ശബരിമല ദർശനത്തിനെത്തിയ 2 സ്ത്രീകളെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കി പോലീസ്. കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്ത്, ഷാനില സജീഷ് എന്നിവരെയാണ് പ്രതിഷേധത്തെ തുടർന്ന് നീലിമലയിൽ നിന്ന് തിരിച്ചിറക്കിയത്. ദർശനം നടത്താതെ മടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ഇരുവരും പോലീസ് ക്യാമ്പിൽ നിരാഹാര സമരത്തിലാണ്. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ തന്നെ വ്രതം ആരംഭിച്ചെന്ന് പ്രഖ്യാപിച്ച കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്തും ഷാനില സജീഷും ഇന്നലെ രാത്രിയാണ് പമ്പയിലെത്തിയത്. 7 പുരുഷന്മാരടങ്ങുന്ന 9 അംഗ സംഘം പുലർച്ചെ 4 മണിക്ക് മല കയറാൻ തുടങ്ങി. ശബരിമല കർമ്മസമിതിയുടെ 3 പ്രവർത്തകരാണ് ആദ്യം ഇവരെ തടഞ്ഞുവെച്ചത്. പിന്നീട് 2 പേർ കൂടി ചേർന്ന് ശരണം വിളി ആരംഭിച്ചു. അരമണിക്കൂറിന് ശേഷം പോലീസ് 5 പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ മുന്നോട്ട് യാത്ര വേണ്ടെന്നാണ് ഇരുവരോടും പോലീസ് പറഞ്ഞത്. അവരാണോ തീരുമാനിക്കുന്നത്? കോടതി ഉത്തരവിന് ഇവിടെ ഒരു വിലയില്ലേ? കോയമ്പത്തൂരിലെ കോവൈ ധർമ്മരാജ അരശപീഠ മഠത്തിൽ നിന്നെത്തിയ 80 അംഗ സംഘവും പ്രതിഷേധക്കാർക്ക് ഒപ്പം കൂടി. തുടർന്നുള്ള 3.5 മണിക്കൂറിൽ പോലീസ് യുവതികളുമായും സംഘാംഗങ്ങളുമായും പലതവണ ചർച്ച നടത്തി.
തിരിച്ചു പോകണമെന്നാണ്. കാരണം ഇവിടുത്തെ അക്രമങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് വന്ന് കയറാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് തൽക്കാലം ഇല്ല. അത്രയും 3 ദിവസങ്ങളാണ് ഉള്ളത്. ഒടുവിൽ വനിതാ പോലീസ് എത്തി രണ്ടുപേരെയും ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കി. യാത്രയിൽ ഇരുവരും നിരാഹാര സമരത്തിലുമാണ്. മല കയറുമ്പോൾ സന്നിധാനത്തുണ്ടാവാനിടയുള്ള പ്രതിഷേധങ്ങൾ ഭയന്നാണ് പോലീസ് യുവതികളെ പിന്തിരിപ്പിച്ചത്. മണ്ഡല മകരവിളക്കുകാലം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനവും നിർണായകമായി. സന്നിധാനത്തു നിന്നും ആർ കിരൺ ബാബുവിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18 പമ്പ. പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് ശബരിമല ദർശനത്തിനെത്തിയ രേഷ്മ നിശാന്തും ഷാനില സനോജും. സംരക്ഷണം ഒരുക്കുമെന്ന പോലീസിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞു. ഗുണ്ടകളാണ് സ്ത്രീകളെ തടഞ്ഞതെന്നും ശബരിമലയിൽ 100-ലേറെ സ്ത്രീകൾ കയറിയിട്ടുണ്ടാകാമെന്നാണ് ധാരണയെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. നീലിമല വരെ എത്തിയ രേഷ്മ നിശാന്തിനെയും ഷാനില സജേഷിനെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്നാണ് ആരോപണം. തുടക്കത്തിൽ പ്രതിഷേധവുമായി എത്തിയത് 10-ൽ താഴെയുള്ളവർ മാത്രമാണ്. പ്രതിഷേധക്കാരെ നീക്കി വഴിയൊരുക്കുവാൻ പോലീസ് തയ്യാറായില്ല. ആ 3 പേരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ നടക്കുന്ന കാര്യമായിരുന്നു. സംരക്ഷണം നൽകുമെന്ന പോലീസിന്റെ ഉറപ്പ് ലഭിച്ചിരുന്നതായി ഇരുവരും പറഞ്ഞു. ഗുണ്ടകളാണ് സ്ത്രീകളെ തടഞ്ഞതെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സംയമനം പാലിക്കുകയാണ് ചെയ്തതെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 4 സ്ത്രീകളാണോ ഇതുവരെ ദർശനം നടത്തിയെന്ന ചോദ്യത്തോടുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അവിടെ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും കണ്ണൂരുള്ള വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഒക്ടോബർ ആദ്യവാരം തന്നെ ദർശനം നടത്തുമെന്ന് രേഷ്മ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് 18 പമ്പ. പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗേറ്റ് വഴി യുവതികൾ എങ്ങനെ സന്നിധാനത്തെത്തിയെന്ന് അറിയില്ലെന്ന് ശബരിമല നിരീക്ഷക സമിതി. ഹൈക്കോടതിയിൽ നൽകിയ പുതിയ റിപ്പോർട്ടിലാണ് പരാമർശം. അജ്ഞാതരായ 5 പേർക്കൊപ്പമാണ് യുവതികൾ സന്നിധാനത്തെത്തിയത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായി. ഇക്കാര്യം ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സന്നിധാനത്തേക്ക് വിളിച്ചെങ്കിലും എത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പന്തളത്ത് തുടരണമെന്ന് DGP നിർദ്ദേശിച്ചതിനാലാണ് എത്താതിരുന്നതെന്ന് പത്തനംതിട്ട SP വിശദീകരിച്ചു. വാർത്തകൾ തുടരുന്നു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സുപ്രീംകോടതി കേസെടുക്കണമെന്ന് CPM. കേരളത്തിൽ ത്രിപുരയല്ല രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ആവർത്തിക്കുകയെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു. കേരള സന്ദർശനത്തിൽ മോദി ഉയർത്തിയ വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തി. ശബരിമലയിൽ സ്ത്രീപ്രവേശന വിധി നടപ്പാക്കിയ സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീംകോടതി കേസെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. പ്രധാനമന്ത്രി പദത്തിന് യോജിച്ച പ്രസ്താവനയല്ല മോദിയുടേതെന്നും യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ചു. പിന്നാലെ കടുത്ത വിമർശനവുമായി CPM കേരള നേതൃത്വവും രംഗത്തെത്തി. ശബരിമല വിഷയം വെച്ചുകൊണ്ട് 0-ൽ നിന്ന് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് പറയുന്ന മോദിയെ ഞങ്ങൾ ചോദിക്കട്ടെ, ശബരിമലയാണല്ലോ വിഷയം. ഇപ്പൊ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുമോ? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വന്ന് മത്സരിക്കട്ടെ. കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്ന മോദിയുടെ സ്വപ്നത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മറുപടി നൽകിയത്. കേരളത്തിലെ കാലാവസ്ഥയോ കേരളത്തിന്റെ മണ്ണിന്റെ ഗുണമോ അറിയാത്തതുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ്. നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിൽ വന്ന് മത്സരിക്കട്ടല്ലേ അദ്ദേഹം. ഔദ്യോഗിക പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മോദി മാറ്റിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിമർശനം. അദ്ദേഹം വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്, അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ ഒളിച്ചോടുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJPയുടെ ശ്രമമെന്ന് മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമായതായി ഉമ്മൻചാണ്ടി. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇതുപോലൊരു പ്രശ്നത്തിൽ ഇത്ര വിഭാഗീയതയെ വളർത്തത്തക്ക വിധത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ കൂവി വിളിച്ചതിനോട് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയും യോജിച്ചില്ല. അത്തരം സംഭവത്തെ ഒരിക്കലും ജനാധിപത്യ പ്രക്രിയയിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പ്രധാനമന്ത്രി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് ഗുണകരമാകുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KPCC പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതി ആലോചനകളെന്നാണ് പുതിയ തീരുമാനം. ഇപ്പോൾ അഴിച്ചുപണി നടത്തിയാൽ അത് കടുത്ത ഭിന്നതയ്ക്ക് വഴിവെക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം അടുത്ത മാസം 20-ന് മുൻപ് പൂർത്തിയാക്കാൻ KPCC AICC നേതാക്കൾ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. സ്ഥാനം മോഹിച്ചിരുന്ന നേതാക്കളുടെ തമ്മിലടി ഒഴിവാക്കാനായി തിരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി തുടരാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് അഴിച്ചുപണി വേണ്ടെന്ന ഉറച്ച നിലപാടിലായിരുന്നു AI ഗ്രൂപ്പുകൾ. എന്നാൽ ഏതാനും പേരെ ഉൾപ്പെടുത്തി ഭാഗിക പുനഃസംഘടന നടത്താനായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശ്രമം.
അഴിച്ചുപണി നടത്തിയാൽ സ്ഥാനം നഷ്ടമാകുന്ന നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തലവേദനയാകുമെന്നാണ് ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ ഉയർന്ന ആശങ്ക. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എന്നിവർ AICC നേതാക്കളായ അഹമ്മദ് പട്ടേൽ, AK ആന്റണി, മുകുൾ വാസ്നിക് എന്നിവരുമായാണ് ചർച്ച നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയം ഫെബ്രുവരി 20-നകം പൂർത്തിയാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 20ഓടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശവും ആ രൂപത്തിൽ തന്നെയാണ്. പുനഃസംഘടനയിൽ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന മുൻ DCC പ്രസിഡന്റുമാർ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പായി പ്രചാരണം, ഏകോപനം, മാധ്യമം, സ്ഥാനാർത്ഥി നിർണയം എന്നീ കമ്മിറ്റികൾക്ക് രൂപം നൽകാൻ KPCCക്ക് AICC നേതാക്കൾ നിർദ്ദേശം നൽകി. എം ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടാൻ സാധ്യതയില്ല. MLA ആയതിനാൽ മത്സരിക്കാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം. കേരളത്തിൽ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അർഹിക്കുന്ന ജനസമ്മതിയുള്ള ജയിക്കാൻ സാധിക്കുന്ന നേതാക്കൾ ധാരാളമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അധികം വേണമെന്ന നിലപാടിൽ ഉറച്ച് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനും സാമ്പത്തിക സംവരണത്തിലെ തുടർ നടപടി ചർച്ച ചെയ്യാനുമായി പ്രവർത്തക സമിതി കോഴിക്കോട്ട് തുടങ്ങി. മുത്തലാഖ് വോട്ടെടുപ്പിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി വിട്ടുനിന്ന വിഷയവും യോഗം ചർച്ച ചെയ്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയുടെ പ്രധാന അജണ്ട. മലപ്പുറം, പൊന്നാനി സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് അധികം ചോദിക്കാൻ നീക്കമുണ്ട്. കാസർകോട്, വടകര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലക്ഷ്യം. നിയമസഭാ പ്രാതിനിധ്യത്തിന്റെ കണക്കിൽ ഒരു സീറ്റിന് കൂടി അർഹതയുണ്ടെന്ന് വാദമുന്നയിക്കാനാണ് ആലോചന. ഇക്കാര്യം യോഗം ചർച്ച ചെയ്യും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ നിഷേധ വിഷയത്തിൽ പാർട്ടി നടത്തേണ്ട പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ചും സാമ്പത്തിക സംവരണത്തിനെതിരെയുള്ള നിയമപോരാട്ടത്തെക്കുറിച്ചും യോഗത്തിൽ തീരുമാനമുണ്ടാകും. പാർട്ടിയെ പിടിച്ചുലച്ച മുത്തലാഖ് വിവാദത്തിനുശേഷം ആദ്യമായാണ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. വിവാദം പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി എന്ന വിമർശനം യോഗത്തിൽ ഉയർന്നേക്കും. അതേസമയം യോഗത്തിൽ കടുത്ത വിമർശനം ഒഴിവാക്കാൻ കുഞ്ഞാലിക്കുട്ടി ചില നീക്കങ്ങൾ നടത്തിയതായുള്ള സൂചനയുമുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. News 18 കോഴിക്കോട്. JSS രാജൻ ബാബു വിഭാഗം NDA വിട്ടു. ഘടകകക്ഷി എന്ന നിലയിൽ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ചാണ് NDA വിടാനുള്ള തീരുമാനം. NDAയുടെ അക്രമ രാഷ്ട്രീയമാണെന്നും JSS നയങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും വിരുദ്ധമാണെന്നും രാജൻ ബാബു പറഞ്ഞു. NDA ഘടകകക്ഷികൾ അസംതൃപ്തരാണെന്നും രാജൻ ബാബു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആർക്ക് പിന്തുണ നൽകണം എന്നതിനെ സംബന്ധിച്ച് അണികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് നിരവധി പേർ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. നാടുവിട്ടവർക്ക് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുത്തു നൽകിയ ട്രാവൽ ഏജന്റിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. വീട് വിൽക്കാൻ ഇടനിലക്കാരനായ സ്ഥലം വിൽപ്പനക്കാരനെയും ചോദ്യം ചെയ്യും. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് നിരവധി പേർ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഡൽഹി സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജന്റായ മമതയാണ് വിദേശത്തേക്ക് കടന്നതെന്ന് സംശയിക്കുന്ന ഡൽഹി സ്വദേശികൾക്ക് കേരളത്തിലെത്താൻ വിമാന ടിക്കറ്റ് എടുത്തു നൽകിയത്. ഇവരെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. കമ്മീഷൻ പണത്തിനു വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തു നൽകിയതെന്നാണ് മമതയുടെ മൊഴി. നേരത്തെ ഇത്തരത്തിൽ പോയവർ വീഡിയോ കോൾ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സ്വാധീനിച്ചതായാണ് വിവരം. നാടുവിടുന്നവരെ വസ്തു വിൽക്കാൻ സഹായിച്ചെന്ന് സംശയിക്കുന്ന അംബേദ്കർ നഗറിലെ വസ്തു കച്ചവടക്കാരൻ സോനുവിനെ പോലീസ് ചോദ്യം ചെയ്യും. ബോട്ട് കച്ചവടത്തിന്റെ ഇടനിലക്കാരനും നിരീക്ഷണത്തിലാണ്. ഇത്രയേറെ ആളുകളെ കുത്തിനിറച്ച് ബോട്ട് തീരം വിട്ട സാഹചര്യം അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയായാണ് വിവിധ ഏജൻസികൾ കരുതുന്നത്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. IAS ഉദ്യോഗസ്ഥരെ കൈയയച്ച് സഹായിച്ച് സർക്കാർ. IASകാരുടെ ബത്ത വർദ്ധിപ്പിക്കാനും പരിധിയില്ലാതെ ചെലവിനുള്ള തുക അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 2017 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബില്ലുകൾ നൽകിയാണ് ഇതുവരെ IASകാർ അലവൻസ് കൈപ്പറ്റിയിരുന്നത്. അതിൽ മാറ്റം വരുത്തും. ശമ്പളത്തോടൊപ്പം ഇനി അലവൻസും നൽകും. സീനിയോറിറ്റി അനുസരിച്ച് 3000 മുതൽ 12,000 രൂപ വരെയാണ് IASകാരുടെ അലവൻസ്. ഔദ്യോഗിക വസതിയിൽ സഹായികളെ നിർത്താൻ 3000 രൂപയാണ് ഇതുവരെ നൽകിയിരുന്നത്. അതിന്റെ പരിധി എടുത്തുകളഞ്ഞു. കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും പൂർണ്ണ ചെലവ് സർക്കാർ വഹിക്കും.
നിലവിൽ ബില്ലിന്റെ 50% നൽകുന്നത്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാഹന ഇന്ധന ചെലവും പരിധിയില്ലാതാക്കി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പുനർനിർമ്മാണത്തിന് ഫണ്ടില്ല എന്നുമുള്ള പരിദേവനങ്ങൾക്കിടെയാണ് IASകാരോടുള്ള ഉദാരത. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശയുടെ ഭാഗമായാണ് യാത്രാബത്ത വർധനയെന്നാണ് വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് മേധാവിയെ നിയമിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയ വിധി ഭേദഗതി ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. UPSC തയ്യാറാക്കുന്ന പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണം. നിയമസഭ പാസാക്കിയ പോലീസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം നിയമനം അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. രാഷ്ട്രീയ താൽപര്യമനുസരിച്ച് സംസ്ഥാനങ്ങൾ DGP നിയമനം നടത്തുന്നത് തടഞ്ഞ വിധിയിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളമടക്കം നൽകിയ അപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത്. സീനിയോറിറ്റി, മെറിറ്റ്, കഴിവ് എന്നിവ പരിഗണിച്ച ശേഷം 3 പേരുടെ പാനൽ തയ്യാറാക്കി UPSC സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറണമെന്നായിരുന്നു കോടതി ഉത്തരവ്. ഈ പാനലിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുക്കാം. പ്രകാശ് സിംഗ് കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ 2011 നിയമസഭ കേരള പോലീസ് ആക്ട് പാസാക്കിയതിനാൽ നിയമന മാർഗരേഖ കേരളത്തിന് ബാധകമല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. എന്നാൽ പഞ്ചാബ് പോലീസ് ആക്ട് ചോദ്യം ചെയ്ത് നൽകിയിരിക്കുന്ന ഹർജികളിൽ അന്തിമ വിധി വരുന്നതുവരെ 2018 ഉത്തരവ് നിലനിൽക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കേരളത്തിന് പുറമെ പഞ്ചാബ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഹരിയാന സംസ്ഥാനങ്ങൾ നൽകിയ അപേക്ഷകളും അംഗീകരിച്ചില്ല. ഇതോടെ സംസ്ഥാനങ്ങൾ നിയമനത്തിന് യോഗ്യരായവരുടെ പട്ടിക UPSCക്ക് നൽകി മാത്രമേ തുടർ നടപടിയെടുക്കാനാകൂ. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടഞ്ഞതാണ് സംഘർഷത്തിന്റെ കാരണം. തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മിൽത്തിയോസിന്റെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. കഴിഞ്ഞ മാസമാണ് തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവ് വന്നത്. വിധി നടപ്പാക്കുന്നതിന് തൃശൂർ ജില്ലാ കളക്ടറുമായും പോലീസുമായും ഓർത്തഡോക്സ് വിഭാഗം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗം ഇന്ന് രാവിലെ 10 മണിയോടെ പള്ളിക്ക് മുന്നിലെത്തി. തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മിൽത്തിയോസ് ഉൾപ്പെടെയുള്ള സംഘത്തെ പള്ളി കവാടത്തിൽ യാക്കോബായ വിഭാഗം തടഞ്ഞു. പള്ളിയിൽ പ്രവേശിക്കുന്നതുവരെ കുത്തിയിരിപ്പ് സമരം തുടരുമെന്നാണ് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ നിലപാട്. അതേസമയം ഗേറ്റ് പൂട്ടി 300ഓളം വരുന്ന യാക്കോബായ വിഭാഗം വിശ്വാസികൾ പള്ളിക്കകത്ത് തുടരുകയാണ്. മാന്നാമംഗലം പള്ളിയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വർഷങ്ങളായി ഏറ്റുമുട്ടൽ പതിവാണ്. ഏറെ നിയമ നടപടികൾക്ക് ശേഷമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ ഇപ്പോഴത്തെ വിധി. ന്യൂസ് 18 തൃശൂർ. ബൈപ്പാസിലൂടെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിലൂടെയുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായ കാഴ്ച അഷ്ടമുടിക്കായലിന്റെ സൌന്ദര്യമാണ്. ഫോട്ടോ എടുക്കാനും കായൽ കാഴ്ചകൾ കാണാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. TG സജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ബൈപ്പാസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന 13 കിലോമീറ്റർ യാത്രകൾ ഒന്നുകൂടിയാണിത്. 3 പാലങ്ങൾ കടന്നു പോകുന്നു. അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഈ ബൈപ്പാസ് വഴി ആസ്വദിക്കാമെന്നതാണ് പ്രത്യേകത. നിരവധി പേരാണ് കാഴ്ചകൾ കാണുന്നതിന്, സെൽഫി എടുക്കുന്നതിനൊക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊടുത്തിരിക്കുന്നത്. കുടുംബസമേതമുള്ള നിരവധി പേരുടെ പങ്കാളിത്തം ഇവിടെയുണ്ട്. ഇത്തരമൊരു കുടുംബം നമുക്കൊപ്പമുണ്ട്. എവിടുന്ന് വരുന്നു? ഞങ്ങൾ കായ്ക്കര ആണല്ലേ. ഇങ്ങനെ ബൈപ്പാസ് കാണാൻ വന്നാണോ യാത്രയിലാണോ? അല്ല, യാത്രയിൽ ഇടയിൽ വന്നേ. അപ്പം നിർത്തി കായൽ കാഴ്ചകൾ കാണുക? നിർത്തി ഒന്ന് സെൽഫി എടുത്തിട്ട് പോകാന്ന് വെച്ചാൽ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബൈപ്പാസ്? നല്ല തിരക്കൊക്കെ ഒഴിവാറുണ്ട്. ഇപ്പം പെട്ടെന്നല്ല. മാത്രമല്ല കാഴ്ചകൾ ഒത്തിരി ഉണ്ട്. ഉണ്ട്. ഒരുപാട് കാണാനുണ്ട്. സൂപ്പർ ബൈപ്പാസാണ്. അഷ്ടമുടിക്കായലിന്റെ നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും. നല്ല കാഴ്ചകളൊക്കെയാണ് കാണാൻ. ഫാമിലിക്ക് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനൊക്കെ. കായൽ കാണാൻ വന്നാണോ? എങ്ങോട്ടുള്ളെങ്കിൽ യാത്രയിലാണോ? ബൈപ്പാസ് കാണാൻ തന്നെ വന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല കൊള്ളാം. നല്ല ഇത് മാത്രമല്ല ഈ കാഴ്ചക്ക് വൈകുന്നേരമൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ നല്ല വെയിലല്ലേ, ഇന്നത്തെ തന്നെ രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ടേ. എങ്ങനെയുണ്ട് ബൈപ്പാസും ഈ പാലവും ഒക്കെ? വളരെ മനോഹരമായിരിക്കുന്നു. ഈ പ്രകൃതി തന്നെ കാണാൻ വളരെ സുന്ദരമായിരിക്കുന്നു. വീതിയും അതിൻ്റെ സൗകര്യങ്ങൾ ഇത്തിരി കൂടെ വേണ്ടിയിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കൊല്ലത്ത് കരിക്കോട് നിന്നൊക്കെ ബൈപ്പാസായിട്ട് പോകുമ്പോൾ എറണാകുളത്തൊക്കെ പോകാനും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള വളരെ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ടൗണുമായിട്ട് ബന്ധപ്പെടാതെ പെട്ടെന്ന് ഒരു 4 കിലോമീറ്ററോളം ലാഭകരമായി. ബൈപ്പാസ് ആരംഭിച്ച് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. കൂടുതൽ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ പൊതുജനങ്ങളുടെ
അഭിപ്രായം അറിയേണ്ടതുണ്ട്. പ്രദേശവാസികൾ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്നുള്ള യാത്രികർ ഈ ബൈപ്പാസ് വഴി ഈ പുതിയ അനുഭവം ആസ്വദിച്ച് കടന്നു പോവുകയാണ്. കൊല്ലത്തിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ, നഗരത്തിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ തന്നെ അവർക്ക് തിരുവനന്തപുരം അടക്കമുള്ള മറ്റിടങ്ങളിലേക്ക് എത്തിച്ചെല്ലാനുള്ള ഒരു സാധ്യത, ആ സാധ്യത ആൾക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. എന്തായാലും കൂടുതൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ, പ്രദേശവാസികളുടെ കാഴ്ചപ്പാടുകൾ, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിലും അറിയാം.